സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിലാണ് സംഘർഷാവസ്ഥ. പ്രതിഷേധക്കാർ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തള്ളി തുറന്നു. ബിഷപ്പ് ഹൗസിന് അകത്തേക്ക് കുപ്പികൾ വലിച്ചെറിഞ്ഞു. പള്ളിയിൽ നിന്ന് മാറി സമരം ചെയ്യാൻ പോലീസ് നിർദ്ദേശിച്ചതോടെയാണ് പ്രതിഷേധക്കാർ രോഷാകുലരായി മാറിയത്. വിഷ്ണു പ്രകാശുണ്ട്. വിഷ്ണു, പോലീസിന് ബലം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? പ്രതിഷേധമാണ് ബിഷപ്പ് ഹൗസിന്റെ മുന്നിലോട്ട് എത്തിയിരിക്കുന്നത്. നേരത്തെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്ന വിശ്വാസികളും ആയിട്ടുള്ള ആളുകൾ പിന്നീട് കപ്പലുപള്ളിയുടെ മുന്നിൽ നിന്നും ഒരു പ്രതിഷേധ മാർച്ചായി ഇവിടെ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് എത്തുകയും ഈ ബിഷപ്പ് ഹൗസ് നേരത്തെ തന്നെ പോലീസ് ഗേറ്റ് താഴ്ത്തി പൂട്ടിയിരുന്നായിരുന്നു. എന്നാൽ അത് ഉന്തി തള്ളാനടക്കമുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ അതിന്റെ ഭാഗമായി ഈ ബിഷപ്പ് ഹൗസിന് ഉള്ളിൽ ധാരാളമായിട്ടുള്ള പോലീസുകാർ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും ആയിട്ടുള്ള വാക്കേറ്റം നിലവിൽ നടന്നു. അകത്തോട്ട് പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസ് പ്രതിരോധിച്ചു നിർത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച മുതൽ നിരാഹാരം ഇരിക്കുന്ന വൈദികർ ആണ് നടപടിയെടുത്തതിനെ തുടർന്ന് ജനാഭിമുഖ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നടപടിയെടുത്തതിനെ എതിരെ പ്രതിഷേധിച്ചാണ് അവിടെ സമരങ്ങളുടെ തുടക്കം. വൈദികരെ വലിച്ചഴിച്ചു കൊണ്ടുപോയി എന്നൊക്കെയാണ് വൈദികർ ആരോപിച്ചത്. അതിൽ ചില CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. തങ്ങളുടെ ക്യാമറകളൊക്കെ പോലീസുകാർ പിടിച്ചു വാങ്ങി. തങ്ങളെ ദൃശ്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ അനുവദിച്ചില്ല. പോലീസ് വളരെ ക്രൂരമായ രീതിയിലാണ് ഇടപെട്ടത്. പ്രായമായ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള 80 വയസ്സിലൊക്കെ ഏറെ പിന്നിട്ട വൈദികരെ പോലും വളരെ ക്രൂരമായ രീതിയിലുള്ള സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അവരോട് ഉണ്ടായത് എന്നാണ് വൈദികരൊക്കെ നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ റോഡിൽ നിന്ന് മാറി സമരം ചെയ്യാൻ പറഞ്ഞതോടുകൂടിയാണ് വീണ്ടും ഒരു പ്രതിഷേധ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. പിന്തിരിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? വൈദികരും പോലീസും ഒപ്പം വിശ്വാസികളും തമ്മിലുള്ള തർക്കം വലിയ തോതിൽ തുടരുകയാണ്. എന്തായാലും ആളുകൾ ഇടപെടുന്നുണ്ട്. കുറച്ച് സമാധാനമായിരിക്കാനുള്ള നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിപ്പോൾ എത്ര തവണയായി അല്ലേ ഈ വിശ്വാസം തെരുവിൽ പോലീസുമായി വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ബസിലിക്കപ്പള്ളി എത്രയോ കാലം ഇതിനെ തുടർന്ന് അടച്ചിട്ടതാണ്. ഈ വിശ്വാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എത്രയോ കാലം അടച്ചിട്ടതാണ്. അതിനുശേഷം തുറക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീടും സമരഭരിതമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുക തന്നെയായിരുന്നു. ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് ഇപ്പോൾ സംഘർഷാത്മകമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. വിഷ്ണു, കേൾക്കാവുന്ന പ്രതീക്ഷയെന്ന് വിഷ്ണു, എന്താണ് സ്ഥിതി? അല്പം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ടോ? പ്രതിഷേധ സ്വഭാവത്തിൽ നിന്ന് വൈദികർ പിൻവാങ്ങുന്നു. പോലീസിന്റെ ഇടപെടൽ എങ്ങനെ? അല്പം മുമ്പാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഈ പ്രതിഷേധക്കാർ ഉൾപ്പെടുന്ന സംഘം ഈ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലോട്ട് എത്തിയത്. അവർ കപ്പലുപള്ളിക്ക് മുന്നിൽ നിന്നും ആരംഭിച്ച ഒരു പ്രതിഷേധ മാർച്ച് ബിഷപ്പ് ഹൗസിന്റെ മുന്നിലേക്ക് എത്തുന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഈ ബിഷപ്പ് ഹൗസ് ഗേറ്റ് താഴ്ത്തി പൂട്ടി ഒരു പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ ഇതിനെ മറികടന്ന് ഗേറ്റ് തള്ളി തുറക്കാനും അകത്തോട്ട് കയറാനുമുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവർ കയ്യിൽ കരുതുന്ന വെള്ളക്കുപ്പിയും മറ്റും അകത്തോട്ട് വലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പോലീസ് ഇതിനെ വളരെ സമാധാനപൂർവ്വമാണ് അത് നേരിട്ടത്. വീഴാതെ അവരെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ആളുകൾ ശാന്തരായുള്ള ആ ഒരു നിലയിലാണ് നിലവിൽ ഉള്ളത്. എന്നാലും ഈ വാക്കേറ്റം തുടരുന്നുണ്ട്. 4 വൈദികർക്കെതിരെ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ നിരാഹാര സമരം ആരംഭിച്ചിരുന്നത്. അതിനിടെയാണ് ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന വൈദികർ വ്യാഴാഴ്ച എറണാകുളം ബസിലിക്കയിൽ നിരാഹാര സമരത്തിന് വേണ്ടി എത്തിയത്. ഇപ്പോൾ പോലീസും വിശ്വാസികളും തമ്മിൽ വലിയ തോതിൽ സംഘർഷമുണ്ടാകുന്നു. ആദ്യം വൈദികരെ വലിച്ചിഴയ്ക്കുന്നതടക്കമുള്ള കാഴ്ചകൾ കാണുകയുണ്ടായി. അതിൽ വലിയ തോതിൽ പ്രകോപിതരായിരുന്നു വിശ്വാസികൾ. ഇപ്പോൾ റോഡിൽ നിന്ന് മാറി സമരം ചെയ്യാൻ പോലീസ് പറഞ്ഞതോടുകൂടി വീണ്ടും പ്രതിഷേധക്കാർ രോഷാകുലരാവുകയാണ്. പോലീസ് ബലം പ്രയോഗിച്ചുവെന്നും പ്രായമായ വൈദികരെ അടക്കം ഒരു മയവുമില്ലാതെയാണ് കയ്യേറ്റം ചെയ്തത് എന്നും ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. വൈദ്യർ ഈ ബലപ്രയോഗത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ പോലീസ് ACPയുടെ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രതികരണം തങ്ങളങ്ങനെ പ്രകോപനപരമായ രീതിയിൽ പെരുമാറിയിട്ടില്ല, അവർ വാർത്തയുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്, ഞങ്ങൾ സമവായ നീക്കത്തിന് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ACP ഒക്കെ നേരത്തെ പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോഴും സ്ഥിതി ഒരു സമാധാന നിലയിലേക്ക് വന്നിട്ടില്ല എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. കാരണം ഒരു ദേവാലയത്തിന് മുന്നിലാണ് ഇങ്ങനെ ഒരു സംഘർഷ സ്ഥിതി ഏറെ മണിക്കൂറുകളായി നീണ്ടു നിൽക്കുന്നത്. ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ചേരിതിരിഞ്ഞുള്ള പോരിലേക്കും വൈദികർ തമ്മിൽ ചേരിതിരിയുന്നതും വിശ്വാസികൾ ചേരിതിരിയുന്നതിലേക്കും ഒക്കെ എത്തുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് സംഘർഷം നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് കൂടുതൽ ആളുകൾ
ഈ ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമായ ആളുകൾ വീണ്ടും അവിടേക്ക് തടിച്ചുകൂടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകുന്നു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തുടർന്നാണ് തർക്കമുണ്ടായത്. സ്ത്രീകളടക്കമുള്ളവർ പോലീസിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വെളുപ്പിന് 3 മണിക്ക് ചോന്നിട്ട് പോയ എന്തിനാ അവരാണ് ചവിട്ടി പൊളിക്കും. ആദ്യം അടിക്കണം. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിൽ പലപ്പോഴും ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള വാക്കുകളൊക്കെയാണ്. ACPനാണ് ആദ്യം അടിക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് ചിരിച്ചുകൊണ്ടാണ് പോലീസുകാർ അത് കേൾക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു പോലീസ് ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. സ്വാഭാവികമായും ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പോലീസ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ 4 വൈദികരെക്കെതിരായ നടപടി അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് അതിനൊപ്പം തന്നെ അവിടെ നിരാഹാരം എഴുതുന്ന വൈദികരെ പോലീസ് ഇന്ന് ബലപ്രയോഗിച്ച് നീക്കുകയും ചെയ്തു. അതിനൊക്കെതിരെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ വൈദികരെ സസ്പെൻഡ് ചെയ്ത നടപടി അത് താഴൊഴുക നിയമങ്ങൾക്കോ അല്ലെങ്കിൽ സിവിൽ നിയമങ്ങൾക്കോ ചേർന്നതല്ല. അത് രണ്ടിനും ചേരാത്ത നിലയിലാണ് താലൂക്ക് അഡ്മിനിസ്ട്രേറ്റർ ഈ നിലപാടെടുത്തത്, നടപടി സ്വീകരിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. വിഷ്ണു, നേരിയ തോതിലെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും കേൾക്കുന്നത് പോലീസിനെ ആണ് അടിക്കേണ്ടത്, ACP ആണ് അടിക്കേണ്ടത് തുടങ്ങിയ ചില വാക്കുകളാണ്. എന്നിരുന്നാലും ഒരു ഇത്തിരി സമാധാനമായിട്ടുണ്ടോ? ഇപ്പോൾ ഈ പ്രതിഷേധവുമായി എത്തിയ ആളുകൾ ഒന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ തന്നെയുള്ള കുറച്ച് പേരാണ് ഇപ്പോൾ ഈ ബിഷപ്പ് ഹൗസിന്റെ മുന്നിൽ നിൽക്കുന്നത്. നേരത്തെ 100-ലധികം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധ ജാഥയുമായി ഈ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് എത്തിയത്. കപ്പലുപള്ളിയുടെ സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധം ഈ ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് നേരത്തെ കൂട്ടി മുന്നിൽ കണ്ട് പോലീസിന്റെ ഒരു സുരക്ഷാ സന്നാഹം ഈ ബിഷപ്പ് ഹൗസിന് അകത്ത് വിന്യസിച്ചിരുന്നു. ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം ഈ ബിഷപ്പ് ഹൗസിന്റെ ഉള്ളിൽ നിന്നിരുന്നു. എന്നാൽ ഈ പ്രതിഷേധവുമായി എത്തിയ ആളുകൾ 100-ലധികം വരുന്ന ആളുകളുണ്ടായിരുന്നു. വൈദികരും വിശ്വാസികളുമായിട്ടുള്ള സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തത്. അവർ നേരെ ഈ ബിഷപ്പ് ഹൗസിന്റെ മുന്നിലേക്ക് വരികയും ഈ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായി. ഒരു പരിധിവരെ അവർ തള്ളി തുറന്നെങ്കിലും പോലീസ് അത് കൃത്യമായി തന്നെ പ്രതിരോധിച്ചു. കൂടാതെ ഈ കയ്യിൽ കരുതിയിരുന്ന ഈ പ്രതിഷേധക്കാരുടെ കയ്യിൽ കരുതിയിരുന്ന കുപ്പിയും മറ്റും അകത്തോട്ട് വലിച്ചെറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും ഒരു പ്രകോപനത്തിൽ വീഴാതെ തന്നെ ഈ പോലീസ് ഇത് സ്ഥിതി നിയന്ത്രിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ വിശ്വാസികൾക്ക് അകത്തോട്ട് കയറാൻ സാധിച്ചില്ല. അവർ ഇപ്പോൾ ആ പ്രതിഷേധം മതിയാക്കി മാർച്ചായിട്ട് വന്ന ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് വന്ന പ്രതിഷേധം മതിയാക്കി തിരിച്ച് ബസിലിക്ക പള്ളിയുടെ മുന്നിലോട്ട് പോയി മാറിയിട്ടുണ്ട്. അവിടെയായിരുന്നു നേരത്തെ പ്രതിഷേധം നടന്നിരുന്നത്. റോഡിലടക്കം ഇറങ്ങി നിന്നുള്ള ഒരു പ്രതിഷേധമായിരുന്നു അവർ നടത്തിയതും. അതേ തുടർന്ന് നേരത്തെ മുൻപും ഇന്ന് തന്നെ നേരത്തെ അല്പനേരം മുൻപ് വരെ ഇത്തരത്തിലുള്ള വലിയ ഒരു വാക്കേറ്റം പോലീസുമായി സ്ഥിരമായി തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇവർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ ഇതിലെ പോകുന്ന മാർക്കറ്റ് റോഡിലോട്ട് പോകുന്ന ഒരു പാതയാണ്, എറണാകുളം മാർക്കറ്റിലോട്ട് പോകുന്ന പാതയാണ്. അതിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുമ്പോൾ ഈ പോകുന്ന വാഹനങ്ങളെല്ലാം തടയുന്ന ആ വാഹനത്തിന് ഒരു മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്ന നിലയിലോട്ട് ഈ പ്രതിഷേധം മാറുകയുണ്ടായി. അപ്പോൾ പോലീസ് ഇടപെട്ട് ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയും എന്നാൽ അത് പറയാമെന്ന പോലീസുകാർക്കെതിരെ ഇവർ പോലീസ് ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി രംഗത്തിറങ്ങുകയും ചെറിയ രീതിയിലുള്ള വാക്കേറ്റമുണ്ടായി. അപ്പോഴൊന്നും പോലീസ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഒരു യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെ മാറി നിൽക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ പോലീസ് ഇപ്പോൾ ഈ സമരം ചെയ്തിരുന്ന ഇവിടെ ബിഷപ്പ് ഹൗസിനകത്ത് നിരാഹാര സമരം നടത്തിയ 21 നിലവിൽ അല്പം ഒരു സമാധാന അന്തരീക്ഷം വന്നിരിക്കുന്നു. ബിഷപ്പ് ഹൗസിന് മുന്നിലും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. പോലീസ് വളരെ സമചിത്തതയോടുകൂടി തന്നെ ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാതെ. സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം നിലവിൽ അയഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ.